ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി ലോകപ്രശസ്ത പണ്ഡിതനാണ്. ഇമാമു ദാരുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട മദീനയിലെ ഇമാമായിരുന്നു അദ്ദേഹം. ദീർഘകാലം മദീന പള്ളിയിലെ മുദരിസായിരുന്നു അദ്ദേഹം മദീന പള്ളിയിൽ മുദരിസായിരിക്കെ നാട് ഭരിക്കുന്ന ഭരണാധികാരി അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദ് അദ്ദേഹം മദീനയിൽ വന്നു. ഈ ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞ ഭരണാധികാരി ലോകപ്രശസ്തനാണ്. ഇന്നത്തെ 20ഓളം രാജ്യങ്ങളെ ഒരുമിച്ച് ഭരിച്ച ഭരണാധികാരിയാണ്. അത്ര വിസ്തൃതമായൊരു രാജ്യമായിരുന്നു ഈ ഹാറൂൺ റഷീദിൻ്റെത്. ഹാറൂൺ റഷീദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറിയുന്നുകൊണ്ട് പറയുമായിരുന്നു എന്ന കാർമേഘത്തെ നോക്കിയിട്ട്, കാർമേഘം എന്നീ എവിടെ മഴ പെയ്യിപ്പിച്ചാലും അതിന്റെ വരുമാനം എന്റെ കാൽച്ചുവട്ടിലെത്തും പറഞ്ഞ അത്ര വിസ്തൃതമാണ് ഹാറൂൺ റഷീദിന്റെ രാജ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ്. അദ്ദേഹമാണ് മദീനയിൽ വന്നിരിക്കുന്നത്. മദീനയിൽ അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട്. ഓരോ രാജ്യത്തും കൊട്ടാരമുണ്ട്. അദ്ദേഹം കൊട്ടാരത്തിൽ വന്നിട്ട് മദീന പള്ളിയിലേക്ക് ഒരാളെ അയച്ചു, ഇമാം മാലിക്കിന്റെ അടുക്കിലേക്ക്. മാലിക്കിനോടൊന്ന് കൊട്ടാരത്തിലേക്ക് വരാൻ പറയണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഈ ദൂതൻ മാലിക്കിമാമിന്റെ അടുക്കൽ വന്നപ്പോൾ മാലിക്കിമാം പറഞ്ഞു, നീ ചെന്ന് രാജാവിനോട് പറഞ്ഞേക്ക്, അല്ലിൽമു യുത്താ വലാ യഅതി, വിജ്ഞാനം ആരെയും തേടിപ്പോകാറില്ല, വിജ്ഞാനത്തിന്റെ അടുക്കിലേക്ക് ആവശ്യക്കാരൻ തേടി വരണം എന്ന് പറയാൻ പറഞ്ഞു. ഇതാരോടോ പറയുന്നെന്ന് ആലോചിക്കണം. ഈ മാലിക്കിമാവനെ ആ പള്ളിയിൽ നിയമിച്ചയാള് ഹാറൂൺ റഷീദാണ്. എന്ത് ശിക്ഷയും നടപ്പിലാക്കാൻ അധികാരമുള്ള ഭരണാധികാരിയോടാണ് പറഞ്ഞു വിടുന്നത്, വിജ്ഞാനം ആരെയും തേടി അങ്ങോട്ട് വരില്ല, പഠിക്കാൻ ആവശ്യമുള്ള ആള് വിജ്ഞാനമുള്ള ആളുടെ അടുക്കിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ സൗകര്യമില്ല, ഭരണാധികാരിക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു വിടുകയാണ്. ദൂതൻ ചെന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഹാറൂൺ റഷീദ് ആദ്യകാലത്ത് വളരെ മോശം ഭരണാധികാരിയായിരുന്നെങ്കിൽ പിന്നീട് നല്ല ഒരു ജീനിയായ ഒരു അന്തരീക്ഷത്തേക്ക് വളർന്നു വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ഖലീഫ മദീന പള്ളിയിലേക്ക് വരികയാണ് അറിവ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇമാം മാലിക് റഹ്മുള്ള ഒരു ദൂതനെ വീണ്ടും പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് വന്നാൽ മുന്നിലിരിക്കാൻ സ്ഥലം കിട്ടും ഭരണാധികാരിക്ക്, താമസിച്ച് വന്നിട്ട് ആളുകളുടെ പെരടി ചവിട്ടി വകഞ്ഞു മാറ്റി മുന്നോട്ട് വരാൻ ഞാൻ അനുവദിക്കില്ല, അതിന് മുന്നിലിരിക്കണമെങ്കിൽ പെട്ടെന്ന് വരണം. ഈ ദൂതൻ ചെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും പള്ളി നിറഞ്ഞു കഴിഞ്ഞു. മദീന പള്ളി ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവസാനമാണ് ഖലീഫ വരുന്നത്. അങ്ങനെ ഖലീഫ പുറകിലിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഖലീഫയുടെ കൂടെ വന്ന ആള് ഖലീഫയ്ക്ക് ഒരു കസേര സംഘടിപ്പിച്ചുകൊണ്ടുപോയി കൊടുത്തു. കസേരയിൽ ഖലീഫ ഇരിക്കുകയാണ്. മാലിക്കിമാം അന്ന് പഠിപ്പിക്കുന്ന വിഷയം നമസ്കാരത്തിന്റെ ഫർളുകളെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഖലീഫ പുറകിൽ വന്ന് കസേരയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ മാലിക്കിമാം പെട്ടെന്ന് വിഷയം മാറ്റി. വിനയത്തെ കുറിച്ചായി, തവാദുവിനെ കുറിച്ചായി പെട്ടെന്ന് വിഷയം മാറ്റി. എന്നിട്ട് ഒരു ഹദീസ് ഓതി, മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വദഅഹുല്ലാഹ്, വിനയം കാണിക്കുന്നവനെ പടച്ചോൻ ഉയർത്തും, അഹങ്കരിക്കുന്നവനെ പടച്ചോൻ താഴ്ത്തും എന്ന ഹദീസ് ഓതിയിട്ട് വിനയത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഖലീഫയ്ക്ക് മനസ്സിലായി എന്നെ കുറിച്ചാണ് പറയുന്നത്. ഉടനെ അദ്ദേഹം കസേര എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞ് അദ്ദേഹം നിലത്തിരുന്നു എന്നാണ്. ഈ സംഭവം നമ്മളെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിജ്ഞാനത്തിന്റെയും വിജ്ഞാനമുള്ള ആളുകളുടെയും പ്രാധാന്യമാണ്. ഭൗതികമായ അർത്ഥത്തിൽ ഏത് അധികാര തലത്തിലെത്തിയാലും അവരൊക്കെ വിജ്ഞാനമുള്ള ആളുകളുടെ താഴെ തന്നെയാണ്. ഏത് ഭരണാധികാരിയും പണ്ഡിതന്റെ താഴെയാണ്. അതുകൊണ്ട് ആലിമിനോട്, വിജ്ഞാനമുള്ള ആളോട് കാണിക്കേണ്ട ആ ബഹുമാനവും ആദരവും ഏത് ഉന്നതിയിലെത്തിയ ആളും കാണിച്ചിരിക്കണം. അതാണ് മാലിക്കിമോടെ പഠിപ്പിക്കുന്നത്. വിജ്ഞാനത്തിന്റെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വരണം, ഭരണാധികാരിയെ തേടി വിജ്ഞാനം അങ്ങോട്ട് വരികയില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം വിനയത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യന് വിനയമാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത്. വിനയമുള്ള ആളുകളെ അല്ലാഹു തആല ഉയർത്തും, അഹങ്കരിക്കുന്നവനെ അല്ലാഹു തആല താഴ്ത്തുകയും ചെയ്യും. ഇവിടെ വിജ്ഞാനത്തിന്റെ മുന്നിൽ ഭരണാധികാരി വിനയം കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആ കസേരയിൽ ഇരുന്നത് ശരിയായില്ല. എല്ലാവരെ പോലെ ഒരു പഠിതാവായിട്ട് ആ പള്ളിയിൽ ഇരിക്കേണ്ട ആളായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹത്തെ ആ കസേരയിട്ട് ഇരുന്നപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയാണ് വിനയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ക്ലാസ് എടുത്തത്. അതുകൊണ്ട് നമ്മളും ആലിമീങ്ങളുടെ മുന്നിലും എൽമിന്റെ മുന്നിലും വിനയാന്വിതരായി തീരുകയും വിനയമുള്ളവരായി തീരുകയും ചെയ്യും. അള്ളാഹു നമ്മളെ ഉയർത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.